സ്ത്രീകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പുകഴ്ത്തൽ എന്താണെന്ന് അറിയാമോ? സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് ജന്മനാ കിട്ടിയ കഴിവാണ്. ഒരു കൈയിൽ തവി, മറ്റേ കൈയിൽ ഫോൺ, കാലുകൊണ്ട് തറ തുടയ്ക്കുന്നു, ഇടയ്ക്ക് കുട്ടികളുടെ ഹോംവർക്ക് നോക്കുന്നു. ഇതിനെ നമ്മൾ ഗോഡസ് എന്നൊക്കെ വിളിച്ച് അങ്ങ് പുകഴ്ത്തും. പക്ഷേ ഈ മൾട്ടി ടാസ്കിംഗ് എന്നത് നമ്മൾ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച് ഒരു വലിയ ഉടായിപ്പാണ്. പാവ അമ്മമാർ ഇത് കേട്ട് ഞാനൊരു സൂപ്പർ വുമൺ ആകണം എന്ന് വിചാരിച്ച് ഓടി ഓടി അവസാനം കിളിപോയ അവസ്ഥയിലാകും. ഇത് നമുക്ക് ഈ പെർഫെക്റ്റ് മദർ അല്ലെങ്കിൽ വിമൻ ഇമേജിന്റെ ഉള്ളൊന്ന് പൊളിച്ചു നോക്കിയാലും. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണാം, വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കുന്ന, കുട്ടികൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന കുറെ അമ്മമാരെ. ഇത് കാണുന്ന സാധാരണ അമ്മമാരുടെ ഉള്ളിലെ ചിന്ത എന്താ? അയ്യോ, ഞാനൊരു തോൽവിയാണോ? എൻ്റെ വീട് ഇങ്ങനെയല്ല കിടക്കുന്നത്, എൻ്റെ കുട്ടികൾ എപ്പോഴും കരയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട അമ്മമാരെ കേട്ടോളൂ, വീടെന്ന് പറയുന്നത് ഒരു മ്യൂസിയം അല്ല. അവിടെ പാത്രം കഴുകാനുണ്ടാവും, തുണി മടക്കാനുണ്ടാകും, കുട്ടികൾ കളിപ്പാട്ടം വാരിയിടും. അതൊക്കെ നോർമലാണ്. ഒരു ദിവസം പായസം ഉണ്ടാക്കിയില്ലെങ്കിലോ വീടടിച്ചു വാരിയില്ലെങ്കിലോ നിങ്ങളൊരു മോശം അമ്മയാകുന്നില്ല, നിങ്ങളൊരു മനുഷ്യനാണെന്ന് ആദ്യം തിരിച്ചറിയുക. കുട്ടികൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്കറിയാമോ? ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന റോബോട്ടിനെ അല്ല അവർക്ക് വേണ്ടത്. തളർന്നിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുന്ന, സങ്കടം വരുമ്പോൾ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന, ഒന്നിച്ച് തമാശ പറഞ്ഞ് ചിരിക്കുന്ന ഒരു അമ്മയാണ്. നമ്മൾ ഈ മൾട്ടി ടാസ്കിംഗ് തിരക്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ മറന്നു പോകുന്നത് നമ്മുടെ ക്വാളിറ്റി ടൈമാണ്. എനിക്ക് തിരക്കാണ്, അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് ദേഷ്യപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അമ്മയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് വേണം, നമുക്ക് പിന്നെ കളിക്കാമെന്ന് സത്യസന്ധമായി പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ തളർച്ചയും സങ്കടവും മക്കളുടെ മുന്നിൽ കാണിക്കുന്നത് തെറ്റല്ല. അപ്പോഴാണ് അവരും ബഹുമാനിക്കാൻ പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ എന്താണ് പഠിപ്പിക്കേണ്ടത്? അമ്മ എപ്പോഴും കഷ്ടപ്പെടണം, അമ്മയ്ക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ പാടില്ല എന്നാണോ? നാളെ നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരും ഇതുപോലെ സ്ട്രെസ് അടിച്ച് ജീവിക്കണോ? അമ്മ സ്വന്തം ഇഷ്ടത്തിന് ഒരു സിനിമ കാണുന്നതും കൂട്ടുകാരികളുടെ കൂടെ സംസാരിക്കുന്നതും ഒന്നുറങ്ങുന്നതും മക്കൾ കാണട്ടെ. സെൽഫ് കെയർ എന്നത് സ്വാർത്ഥതയല്ല എന്നവർ പഠിക്കട്ടെ. മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മോഡലിംഗ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ ഹാപ്പി ആയാലേ നിങ്ങളുടെ വീടും ഹാപ്പി ആകുള്ളൂ. സൂപ്പർ വുമൺ തൊപ്പി അയച്ചു വെക്കാം നമുക്ക്. അതുകൊണ്ട് ഈ വർഷത്തെ മെസ്സേജ് ഇതാണ്: നമുക്ക് സൂപ്പർ വുമൺ ആകണ്ട, നല്ല ഒന്നാം തരം മനുഷ്യ സ്ത്രീ ആകാം. തെറ്റുകൾ പറ്റുന്ന, തളർച്ച വരുന്ന, എന്നാൽ മക്കളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന സാധാരണ അമ്മമാർ. വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: അവരെ മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ വിടാതെ ആ ജോലികളൊന്ന് പങ്കിട്ടെടുക്കും. അതാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്.